ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ആണ്. നമ്മൾ ഓൾറെഡി അഡ്ജക്റ്റീവ്സ് എന്താണെന്നും അതിൻ്റെ ഡിഗ്രീസ് ഓഫ് അഡ്ജക്റ്റീവ്സ് എന്താണെന്നും നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക. അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ പറയുന്നതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്: അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി, adjectives of number, possessive adjectives, demonstrative adjectives. Adjectives of quality: adjectives that describe the quality of a person, place, animal or thing. These are also known as descriptive adjectives. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റിയെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ് എന്നും പറയാം. ഇത് ഒരു നൗണോ പ്രൊനൗണിൻ്റെയോ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാനായിട്ട് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് എ ബ്രേവ് പേഴ്സൺ. ആ പേഴ്സൺ എങ്ങനെയാണെന്ന് നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്യണം. അയാളുടെ ക്വാളിറ്റിയാണ് അവിടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ബ്രേവ്. സെക്കൻഡ് വൺ ഈസ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. അഡ്ജക്റ്റീവ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ക്വാണ്ടിറ്റി ഓഫ് നൗൺ ഓർ പ്രൊനൗൺ. ദേ ഓൾവേസ് റിഫർ ദ ക്വാണ്ടിറ്റി, നോട്ട് ദ എക്സാക്ട് എമൗണ്ട്. ദേ ആർ അൺകൗണ്ടബിൾ ഇൻ നേച്ചർ. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നൗണിൻ്റെ ക്വാണ്ടിറ്റി പറയാനായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു എക്സാക്റ്റ് എമൗണ്ട് അതിന് പറയാൻ സാധിക്കത്തില്ല. ഇത് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മെനി പീപ്പിൾ കെയിം ടു വിസിറ്റ് ദ ഫെയർ. അപ്പോൾ മെനി എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാക്റ്റ് എമൗണ്ട് പറയാൻ പറ്റുന്നില്ല, അല്ലേ? മെനി പീപ്പിൾ. Next one is adjectives of number. Adjectives of number, also called numeral adjectives. It tell us the number of nouns. Adjectives of number express the exact numbers. It is countable in nature. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറിനെ നമുക്ക് ന്യൂമറൽ അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. ഇവിടെ നൗൺസിൻ്റെ എണ്ണം പറയുന്നുണ്ട്. കൃത്യമായ ഒരെണ്ണം ഇതിന് പറയാൻ സാധിക്കും. ഇത് കൗണ്ടബിൾ നൗൺസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ദ ക്ലാസ് ഹാസ് 50 സ്റ്റുഡൻസ്. അവിടെ നമുക്കൊരു എക്സാക്റ്റ് എമൗണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. അതാണ് അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാണ്ടിറ്റിയും അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അത് തെറ്റിപ്പോകരുത്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അവിടെ എക്സാക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല, അത് അൺകൗണ്ടബിൾ നേച്ചർ ആയിരിക്കും. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് എക്സാക്റ്റ് എമൗണ്ട് പറയാൻ സാധിക്കും, ഇത് കൗണ്ടബിൾ ആയിരിക്കും. Next one is possessive adjectives. Adjectives that tell us who own or possess something. അപ്പോൾ ഈ അഡ്ജക്റ്റീവിനകത്ത് ആരാണ് അത് ഓൺ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, അവർ ഹൗസ് വാസ് സോൾഡ്. നെക്സ്റ്റ് വൺ ഈസ് ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ്. ദ വേർഡ്സ് ദിസ്, ദീസ്, ദാറ്റ്, ദോസ് are also used as adjective. They help in pointing out a specific person, place, animal or thing. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് നൗണിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ദിസ്, ദീസ്, ദാറ്റ്, ദോസ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ദിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരു സാധനം ഇരിക്കുകയാണ്, അപ്പോൾ അതിനെ നമ്മൾ ദിസ് എന്ന് പറയും. അത് സിംഗുലർ ആണെങ്കിൽ ദിസ് എന്ന് പറയും. ഇനി അത് പ്ലൂറൽ ഫോമിലാണെങ്കിൽ നമ്മുടെ അടുത്തൊരു വസ്തു ഇരിക്കുന്നു, അത് പ്ലൂറൽ ഫോമിലാണെങ്കിൽ നമ്മൾ ദീസ് എന്ന് പറയും. ഇനി ദാറ്റ് എന്ന് പറയുന്നത് ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അത് സിംഗുലർ ഫോമിലാണെങ്കിൽ ദാറ്റ് എന്നും, ഇനി ദൂരെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് പ്ലൂറൽ ഫോമിലാണെങ്കിൽ ദോസും എന്ന് പറയും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ദിസിൻ്റെയും ദീസിൻ്റെയും ദാറ്റിൻ്റെയും ദോസിൻ്റെയൊക്കെ ആ ഒരു പ്രയോഗം ക്ലിയർ ആയില്ലേ? അപ്പോൾ എല്ലാവർക്കും കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് മനസ്സിലായെന്ന് വിശ്വസിക്കും.